ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ബിഗ് താങ്ക്സ് ടു അനുമോൾ. ശരിക്കും ദൈവമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളിങ്, അനുമോളുടെ ഓവറായിട്ടുള്ള വീഡിയോ കാരണം ഞാൻ അനുഭവിച്ച, സത്യം പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ അനുമോളുടെ ഇഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കള്ളമാണ്, ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ കള്ളിയാണ്, പിരിയാതെ കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല, അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക്. അപ്പൊ പിന്നെ എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തില്ല? എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും? 50,000 കൊടുത്തു. 50,000 കള്ളം പറഞ്ഞാണ് ആകെ എനിക്ക് തന്നത്. ഞാൻ കാണിച്ചു കേട്ടോ. അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ണുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് PR ടീമാണ്. സോ മീഡിയ എന്താണ് ഫീൽ ചെയ്തത്, അതാണ് നിങ്ങൾ വിശ്വസിച്ചത്. ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോൾ PR കൊടുത്തിട്ടില്ല, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ എവിടെയാണ്, എന്താ പറയാനുള്ളത്? ആൻഡ് താങ്ക്സ് ടു വിനു. അനുമോളുടെ കൂടെ അല്ലായിരുന്നു അനുമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നത്. എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു 50 ദിവസം 60 ദിവസം വിക്റ്റായിട്ട് നാണം കിട്ടിയ വിക്റ്റായിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കിൽ പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരാണ്. ഞാൻ അതിൽ പ്രൗഡാണ്. ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആ പെണ്ണ് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളി പറയുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി, വിളിപ്പിച്ചോളും. എന്ത് മിസ്റ്റേക്ക് കാണിച്ചാൽ കള്ളം പറയാം, മോഷ്ടിക്കാം, ജാക്കി വെച്ചു എന്ന് പറയാം, സദാചാരം കളിക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, അവരെ മോശം മോഹനകളുടെ എന്ത് രാഗം എന്ത് ചെയ്താൽ കുഴപ്പമില്ല, അതെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കച്ചിലും കൂടി ഇട്ടാൽ മതി. അപ്പോൾ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പുള്ളിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാം, ഞായറാഴ്ച 7 മണിക്ക് 8 മണിക്ക് ലാലേട്ടൻ കൈ വെക്കുന്ന അനുമോളായിരിക്കും. അപ്പോൾ ആൾക്കാർ കൈയടിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. ബിഗ് ബോസിൽ പല വിധത്തിലുള്ള മത്സരങ്ങൾക്ക് ഇക്കുറി എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൂടുതലും ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങളായിരുന്നുവെങ്കിലും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തമ്മിലടിച്ച പലരും പുറത്ത് അതേ ശത്രുത മനോഭാവം കൊണ്ട് നടക്കുന്നത് മുൻപ് പല സീസണുകളിലും നാം കണ്ടതാണ്. എന്തായാലും അതിനും ഇത്തവണയും വലിയ മാറ്റം ഒന്നും സംഭവിച്ചില്ല എന്ന് വേണം പറയാൻ. ഇതുവരെയുള്ള സംഭവ വികാസങ്ങളൊക്കെയും അത് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ചില സീസണുകളാൽ ബിഗ് ബോസ് വിജയികൾ മുഴുവനും PR നടത്തിയതിലൂടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള അഭിപ്രായവും വിമർശനവുമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയിയായപ്പോൾ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ജിൻഡോ ഇതിനോട് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. അത് കൂടുതലും മത്സരം അവസാനിച്ച ശേഷമായിരുന്നു ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ബിഗ് ബോസ് വിജയായ അനുമോൾ വൻ തുക നൽകി PR നടത്തിയെന്നും അങ്ങനെയാണ് വിജയിച്ചതെന്നും കടുത്ത ആരോപണമുണ്ട്. അതുമാത്രവുമല്ല, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ മത്സരത്തിന്റെ സമയത്ത് ഈ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിൽ അനുമോൾക്കുമെതിരെ ആരോപണം ഉന്നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഡോക്ടർ ബിന്നിയായിരുന്നു അനുമോൾ 16 ലക്ഷം രൂപ നൽകി PR നടത്തിയെന്നുള്ള ആരോപണം ആദ്യം ഉന്നയിച്ചത്. ഇക്കാര്യം ചില വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഉൾപ്പെടെ ചർച്ചയുമായിരുന്നു. എന്നാൽ അനുമോൾ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം PR നൽകിയെന്നുള്ള കാര്യം അനുമോൾ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉയർന്ന തുക നൽകിയിട്ടല്ല എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. താൻ PR-നായിട്ട് 1 ലക്ഷം രൂപ ചെലവാക്കി എന്നായിരുന്നു ഒരു ഘട്ടത്തിൽ അനു പറഞ്ഞത്. പിന്നെ ഈ തുക പലപ്പോഴായിട്ട് മാറ്റി പറയുന്നതിലും എല്ലാവരും സാക്ഷികളായി. ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിൽ അനുമോൾക്കെതിരെ വിമർശനമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബിന്നി. അനുമോളുടെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നു എന്നാണ് ബിന്നി പറയുന്നത്.